വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ്. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് കഴിഞ്ഞ 10th പ്രിലിംസിന് നടത്തിയിട്ടുള്ള പരീക്ഷയില് ഇന്ത്യൻ ഹിസ്റ്ററി ഭാഗത്തുനിന്ന് എന്തൊക്കെ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് അതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. കഴിഞ്ഞ ദിവസം കേരള ഹിസ്റ്ററി, കേരള നവോത്ഥാനവുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാണാത്ത കുട്ടികളുണ്ടെങ്കിൽ അതൊന്ന് കണ്ടോളൂ കേട്ടോ. അപ്പൊ ഇന്ന് ക്ലാസ് തുടങ്ങിയാലോ? നമുക്ക് ഒന്നാം സ്വാതന്ത്ര്യ സമരം നടന്ന വർഷം എന്നാണ്? 1857 മെയ് 10-ന്. ഒന്നാം സ്വാതന്ത്ര്യ സമരം 1857 മെയ് മാസത്തിൽ ആരംഭിച്ചത് എവിടെയാണ്? ഉത്തർപ്രദേശിലെ മീററ്റിൽ. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ ഇന്ത്യയിലെ ഗവർണർ ജനറൽ ആരായിരുന്നു? കാനിങ് പ്രഭു ആയിരുന്നു. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്നും ഇന്ത്യയുടെ ഭരണം ബ്രിട്ടൻ ഏറ്റെടുത്തത് ഏത് വർഷമായിരുന്നു? 1858. വിക്ടോറിയ രാജ്ഞിയുടെ വിളംബരവുമായി ബന്ധപ്പെട്ട ആക്ട് ഏതാണ്? 1858 ആക്ട് ആണ്. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ അവസാനത്തെ ഗവർണർ ജനറലും ആദ്യ വൈസ്രോയും ആരായിരുന്നു? കാനിങ് പ്രഭു ആയിരുന്നു. 1857 വിപ്ലവത്തിന്റെ താൽക്കാലിക വിജയത്തെ തുടർന്ന് വിപ്ലവകാരികൾ ഡൽഹിയിൽ ചക്രവർത്തിയായി വാഴിച്ചത് ആരെയാണ്? ബഹദൂർ ഷാ രണ്ടാമനെ. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമര കാലത്ത് ലക്നൌവിൽ കലാപം നയിച്ചത് ആരാണ്? ബീഗം ഹസ്രത്ത് മഹൽ. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ആദ്യത്തെ രക്തസാക്ഷി ആരാണ്? മംഗൽ പാണ്ഡെ. ഒരു ഇരുണ്ട പശ്ചാത്തലത്തിലെ പ്രകാശമാനമായ ബിന്ദു എന്ന ജവഹർലാൽ നെഹ്റു ആരെ കുറിച്ചാണ് അഭിപ്രായപ്പെട്ടത്? ഝാൻസി റാണിയെ. ഇന്ത്യയെ കണ്ടെത്തൽ എന്ന കൃതി രചിച്ചത് ആരാണ്? ജവഹർലാൽ നെഹ്റു. ഇന്ത്യ ഡിവൈഡഡ് എന്ന കൃതി രചിച്ചത് ആരാണ്? രാജേന്ദ്ര പ്രസാദ്. മദർ ഇന്ത്യ എന്ന കൃതി രചിച്ചത് ആരാണ്? കാതറിൻ മേയോ. അൺഹാപ്പി ഇന്ത്യ എന്നത് ആരുടെ കൃതിയാണ്? ലാല ലജ്പത് റായ്. സ്വരാജ് എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ആരാണ്? അരവിന്ദ് കെജ്രിവാൾ. പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന കൃതി എഴുതിയ മഹാൻ ആരാണ്? ദാദാബായ് നവറോജി. ഇന്ത്യൻ സ്ട്രഗിൾ എന്ന കൃതിയുടെ രചയിതാവ് ആരാണ്? സുഭാഷ് ചന്ദ്രബോസ്. ഇന്ത്യൻ അസ്വസ്ഥതകളുടെ പിതാവ് എന്ന പുസ്തകം ആരെ കുറിച്ചുള്ളതാണ്? ബാലഗംഗാധര തിലകൻ. ബ്രിട്ടീഷ് ഇന്ത്യയുടെ നീലം കർഷകരുടെ ദുരിതം വിവരിക്കുന്ന നാടകം ഏതാണ്? നീൽ ദർപ്പൺ. ഇന്ത്യ വിൻസ് ഫ്രീഡം എന്ന പുസ്തകം രചിച്ചത് മൗലാന അബ്ദുൽ കലാം ആസാദ്. ലോക് നായക് എന്ന പേരിൽ അറിയപ്പെടുന്നത് ആരാണ്? ജയപ്രകാശ് നാരായൺ. പഞ്ചാബിന്റെ സിംഹം എന്നറിയപ്പെടുന്ന വിപ്ലവകാരി ആരാണ്? ലാല ലജ്പത് റായ്. ദേശബന്ധു എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന വ്യക്തി ആരാണ്? സി ആർ ദാസ്. ബർദോളി സത്യാഗ്രഹത്തിന്റെ നായകൻ ആരാണ്? സർദാർ വല്ലഭായ് പട്ടേൽ. വേഷം മാറിയ രാജ്യദ്രോഹി എന്ന് ബ്രിട്ടീഷുകാർ വിശേഷിപ്പിച്ചത് ആരെയാണ്? ഗോപാലകൃഷ്ണ ഗോഖലെ. മഹാത്മാഗാന്ധിയുടെ ജന്മസ്ഥലം എവിടെയാണ്? പോർബന്ദർ. ആരുടെ ജന്മദിനമാണ് ഐക്യരാഷ്ട്ര സംഘടന അഹിംസാ ദിനമായി ആചരിക്കുന്നത്? ഗാന്ധിജി. ഗാന്ധിജിയുടെ ദക്ഷിണാഫ്രിക്കയിലെ ജീവിതാനുഭവങ്ങൾ വിവരിക്കുന്ന സിനിമയാണ് മേക്കിംഗ് ഓഫ് മഹാത്മാ. ഇതിന്റെ സംവിധായകൻ ആരാണ്? ശ്യാം ബെനഗൽ. ഗാന്ധിജിയുടെ അമ്മയുടെ പേര് എന്തായിരുന്നു? പുത്ലിബായ്. സബർമതി ആശ്രമം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? അഹമ്മദാബാദ്. സബർമതിയിലെ സന്യാസി എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന വ്യക്തി ആരാണ്? മഹാത്മാഗാന്ധി. സത്യാഗ്രഹം ബലവാന്മാരുടെ പരീക്ഷണ ഉപകരണമാണ് എന്ന് പറഞ്ഞത് ആരാണ്? മഹാത്മാഗാന്ധി. ഇന്ത്യയിൽ ഗാന്ധിജിയുടെ ആദ്യ സത്യാഗ്രഹം ഏതാണ്? ചമ്പാരൻ. അഹമ്മദാബാദ് തുണിമിൽ സമരത്തിന്റെ മുഖ്യ കാരണം എന്താണ്? പ്ലേഗ് ബോണസ്. ഗാന്ധിജി നേതൃത്വം കൊടുത്ത ഖേദ സത്യാഗ്രഹം നടന്ന വർഷം എന്നാണ്? 1918. ഗാന്ധിജിയും നെഹ്റുവും ആദ്യമായി കണ്ടുമുട്ടിയത് എവിടെ വെച്ചാണ്? ലക്നൗ. ഏത് വ്യക്തിയുടെ സ്വാധീനത്തിലാണ് ഗാന്ധിജി നിസ്സഹകരണ പ്രസ്ഥാനം ആരംഭിച്ചത്? ഹെൻറി ഡേവിഡ് തോറോ. ഗാന്ധിജി നിസ്സഹകരണ സമരം നിർത്തിവെക്കാൻ കാരണമായത് എന്താണ്? ചൗരി ചൗര സംഭവം. ഗാന്ധിജിക്ക് മഹാത്മാ എന്ന ബഹുമതി ചാർത്തിക്കൊടുത്തത് ആരാണ്? ടാഗോർ. രവീന്ദ്രനാഥ ടാഗോറിനെ ഗുരുദേവ് എന്ന് സംബോധന ചെയ്തത് ആരാണ്? ഗാന്ധിജി. സർദാർ വല്ലഭായ് പട്ടേലിന് സർദാർ പദവി നൽകിയത് ആരാണ്? മഹാത്മാഗാന്ധി. ഗാന്ധിജി ആരംഭിച്ച പത്രത്തിന്റെ പേരെന്താ? യങ് ഇന്ത്യ.
ഗാന്ധിജിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന മഹാദേവ് ദേശായി ഗാന്ധിജിയുടെ ആത്മകഥ ഗുജറാത്തിയിൽ നിന്നും ഏത് ഭാഷയിലേക്കാണ് തർജ്ജമ ചെയ്തത്? ഇംഗ്ലീഷ്. എന്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ എന്ന ഗാന്ധിജിയുടെ ആത്മകഥ അദ്ദേഹം ഏത് ഭാഷയിലാണ് എഴുതിയത്? ഗുജറാത്തി. ഗ്രാമസ്വരാജ് എന്ന ആശയം ആരുടേതാണ്? ഗാന്ധിജി. നയി താലിം എന്ന വിദ്യാഭ്യാസ പദ്ധതി വിഭാവനം ചെയ്തത് ആരാണ്? ഗാന്ധിജി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകൃതമായ വർഷം എന്നാണ്? 1885. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സ്ഥാപകൻ ആരാണ്? എ.ഒ. ഹ്യൂം. ലോകം മുഴുവൻ ഉറങ്ങിക്കിടക്കുമ്പോൾ ഒരു രാജ്യം സ്വാതന്ത്ര്യത്തിലേക്ക് ഉണർന്നിരിക്കുന്നു. ഇതാരുടെ വാക്കുകളാണ്? ജവഹർലാൽ നെഹ്റു. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് ആണെന്ന് പ്രഖ്യാപിച്ച സമ്മേളനം ഏതാണ്? ലാഹോർ. ലാൽ ബാൽ പാൽ, ഇതിൽ പാൽ എന്നറിയപ്പെടുന്നത് ആര്? ബിപിൻ ചന്ദ്രപാൽ. ജനറൽ ഡയറിനെ വധിച്ച ഇന്ത്യൻ ദേശാഭിമാനി ആരാണ്? ഉദ്ധം സിംഗ് ആണ്. ആരാണ്? ഉദ്ധം സിംഗ്. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട കുറച്ച് ചോദ്യങ്ങൾ, ഇത് ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ഇനി ഹിസ്റ്ററിയുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള തന്നെ, പക്ഷെ നമുക്ക് എന്താണ് നമ്മുടെ ഇന്ത്യയുടെ റീയൂണിയൻ അങ്ങനെയുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളും കൂടെ നമുക്ക് നോക്കാം. ഹൈദരാബാദിനെ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിക്കാൻ നടത്തിയ സൈനിക നീക്കത്തിന് വിളിക്കുന്ന പേരെന്താ? ഓപ്പറേഷൻ പോളോ. ഹൈദരാബാദ് ഇന്ത്യൻ യൂണിയനോട് കൂട്ടിച്ചേർത്തത് എന്നാണ്? 1949 നവംബർ 23-നാണ്. 1947 ഇന്ത്യൻ യൂണിയനിൽ ചേരാൻ വിമുഖത കാണിച്ച നാട്ടുരാജ്യം ആരാണ്? ജുനഗഡ് ആണ്. നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിനായി രൂപം കൊണ്ട സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ്സിന്റെ സെക്രട്ടറി ആരായിരുന്നു? വി.പി. മേനോൻ. നാട്ടുരാജ്യ സംയോജനത്തിന് നേതൃത്വം നൽകിയ ഇന്ത്യയുടെ പ്രധാനമന്ത്രി സർദാർ വല്ലഭായ് പട്ടേൽ. സംസ്ഥാന പുനഃസംഘടനാ നിയമം പാർലമെന്റ് പാസാക്കിയ വർഷമെന്ന്? 1956. 1956 ഭാഷയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ പുനഃസംഘടിപ്പിച്ചത് എത്രാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്? 7. ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാന രൂപവൽക്കരണത്തിന് നിയമിതനായ കമ്മീഷൻ ഏതാണ്? ഫസൽ അലി. 1956 നിലവിൽ വന്ന സംസ്ഥാനങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? ഓപ്ഷൻ തന്നേക്കണു: ആസാം, ഹിമാചൽ പ്രദേശ്, രാജസ്ഥാൻ, ആന്ധ്രാപ്രദേശ്. ഹിമാചൽ പ്രദേശ്. ആന്ധ്രാപ്രദേശ് സംസ്ഥാനം നിലവിൽ വന്ന വർഷം എന്നാണ്? 1956-ലാണ്. ഒരു വ്യക്തിയുടെ ജീവത്യാഗത്തിലൂടെ രൂപീകൃതമായ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ആന്ധ്രാപ്രദേശ്. ആന്ധ്ര സംസ്ഥാന രൂപീകരണത്തിന് നിരാഹാരം നടത്തി മരണം വരിച്ച നേതാവ് ആരാണ്? പോറ്റി ശ്രീരാമലു. ഇന്ത്യൻ പഞ്ചവത്സര പദ്ധതി നിലവിൽ വന്ന വർഷം എന്നാണ്? 1951. ഇന്ത്യയിലെ ഒന്നാം പഞ്ചവത്സര പദ്ധതി കൊണ്ട് വികസിപ്പിക്കാൻ ശ്രമിച്ച മേഖല ഏതാണ്? കൃഷി. പഞ്ചവത്സര പദ്ധതികൾക്ക് അനുമതി നൽകുന്നത് ആരാണ്? NDC. ഇന്ത്യയിൽ പഞ്ചവത്സര പദ്ധതികൾക്ക് തുടക്കം കുറിച്ചത് ആരാണ്? ജവഹർലാൽ നെഹ്റു. ബിലാൽ ഇരുമ്പുരുക്കു നിർമ്മാണശാല ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താണ് ആരംഭിച്ചത്? 1956-61 കാലഘട്ടമാണ് ഓപ്ഷനിൽ കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഇന്ത്യയുടെ രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ ഉപജ്ഞാതാവ് എന്ന് അറിയപ്പെടുന്നത് ആരെയാണ്? PC മഹലനോബിസ്. ഇന്ത്യയുടെ രണ്ടാം പഞ്ചവത്സര പദ്ധതി ഊന്നൽ നൽകിയ മേഖല ഏതാണ്? വ്യവസായം. ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താണ് ബാങ്കുകളുടെ ദേശസൽക്കരണം നടന്നത്? 4. ഗരീബി ഹട്ടാവോ എന്ന മുദ്രാവാക്യം ഏത് പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? 5. ജോലിക്ക് കൂലി കിട്ടണം അല്ലെങ്കിൽ കൂലി ലഭിക്കണം എന്ന പദ്ധതി ആരംഭിച്ചത് ഏത് പദ്ധതി കാലത്താണ്? 5. ഗ്രാമീണ വികസനവും വികേന്ദ്രീകൃതാസൂത്രണവും ഏത് പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യമായിരുന്നു? 9. ജനകീയ പദ്ധതി എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതി ഏതാണ്? 9. ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന്റെ 50-ാം വാർഷികത്തിൽ ആരംഭിച്ചത് ഇന്ത്യയുടെ എത്രാമത്തെ പഞ്ചവത്സര പദ്ധതിയാണ്? 9. എത്രാം പഞ്ചവത്സര പദ്ധതിയാണ് സ്ത്രീ ശാക്തീകരണം മുഖ്യ ഇനമായി തെരഞ്ഞെടുത്തത്? 10. ഇന്ത്യയുടെ 10-ാം പഞ്ചവത്സര പദ്ധതിയിൽ സ്ത്രീ ശാക്തീകരണമാണ് മുഖ്യ വിഷയമായി എടുത്തിരിക്കുന്നത്. ഇതിന്റെ കാരണം എന്താണ്? 2001 സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഡേറ്റയാണ്. 11-ാം പഞ്ചവത്സര പദ്ധതി ലക്ഷ്യമിട്ട വളർച്ചാ നിരക്ക് എത്രയായിരുന്നു? 9%. 11-ാം പഞ്ചവത്സര പദ്ധതി പ്രധാനമായിട്ടും എന്തിനാണ് പ്രാധാന്യം കൊടുത്തിരുന്നത്? 100% നഗര ശുചീകരണത്തിന്. 2012 ആരംഭിച്ച് 2017 അവസാനിക്കുന്ന 12-ാം പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം എന്തായിരുന്നു? സുസ്ഥിര വികസനം. ദേശീയ ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നത് എന്നാണ്? 1950.
പ്ലാനിംഗ് കമ്മീഷന്റെ ചെയർമാൻ ആരാണ്? പ്രധാനമന്ത്രി. ഇന്ത്യൻ ആസൂത്രണത്തിന്റെ ആദ്യ ഉപാധ്യക്ഷൻ ആരാണ്? ഗുൽസാരിലാൽ നന്ദ. ചോർച്ച സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ദാദാബായ് നവറോജി. 2015 ജാനുവരി 1 മുതൽ ഇന്ത്യൻ ആസൂത്രണ കമ്മീഷന് പകരമായി വന്ന പുതിയ സംവിധാനത്തിന്റെ പേരെന്താണ്? നീതി ആയോഗ്. നീതി ആയോഗിന്റെ അധ്യക്ഷൻ ആരാണ്? പ്രധാനമന്ത്രി. സംസ്ഥാന ആസൂത്രണ കമ്മീഷൻ ചെയർമാൻ ആരാണ്? മുഖ്യമന്ത്രി. ഇന്ത്യയിൽ പുത്തൻ സാമ്പത്തിക നയം സ്വീകരിച്ചത് ഏത് പ്രധാനമന്ത്രിയുടെ കാലത്താണ്? PV നരസിംഹറാവു. ഇന്ത്യൻ ആസൂത്രണത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തി ആരാണ്? M വിശ്വേശ്വരയ്യ. പ്ലാന്റ് ഇക്കോണമി ഫോർ ഇന്ത്യ എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവായ ഈ മഹത് വ്യക്തി ഇന്ത്യൻ ആസൂത്രണത്തിന്റെ പിതാവ് എന്നും കൂടി അറിയപ്പെടുന്നു. ആരാണ് ഈ വ്യക്തി? M വിശ്വേശ്വരയ്യ. ഇന്ത്യയിലെ ചില പ്രമുഖ വ്യവസായികൾ ചേർന്ന് തയ്യാറാക്കിയ ഒരു പദ്ധതിയുണ്ട്. ഏതാണ് ആ പദ്ധതി? ബോംബെ പ്ലാൻ. ഇന്ത്യൻ ആസൂത്രണവുമായി ബന്ധപ്പെട്ട് ജനകീയ പദ്ധതിക്ക് രൂപം നൽകിയത് ആരാണ്? MN റോയ് ആണ്. സർവകലാശാല വിദ്യാഭ്യാസത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന വിദ്യാഭ്യാസ പദ്ധതി ഏതാണ്? ഡോക്ടർ S രാധാകൃഷ്ണ കമ്മീഷൻ. 1964-66 യൂണിവേഴ്സിറ്റി വിദ്യാഭ്യാസ കമ്മീഷന്റെ ചെയർമാൻ പദവിയിലിരുന്നത് ആരായിരുന്നു? ഡോക്ടർ VS കോത്താരി. ഇന്ത്യൻ ദേശീയ വിദ്യാഭ്യാസ ദിനമായി ആചരിക്കുന്നത് ആരുടെ ജന്മദിനമാണ്? മൗലാന അബ്ദുൽ കലാം ആസാദ്. ദേശീയ വിദ്യാഭ്യാസ ദിനമായി ആചരിക്കുന്ന ദിവസം ഏതാണ്? നവംബർ 11. സെപ്റ്റംബർ 5 അധ്യാപക ദിനമാണ്. ഇത് ആരുടെ ജന്മദിനമാണ്? ഡോക്ടർ S രാധാകൃഷ്ണൻ. യൂണിവേഴ്സിറ്റി ഗ്രാന്റ് കമ്മീഷൻ നിലവിൽ വന്ന വർഷം എന്ന്? 1953. രാഷ്ട്രീയ മാധ്യമിക് ശിക്ഷ അഭിയാൻ ലക്ഷ്യമിടുന്നത് എന്താണ്? സെക്കൻഡറി വിദ്യാഭ്യാസത്തിന്റെ ഗുണനിലവാരം ഉയർത്തൽ. ദേശീയ സാക്ഷരതാ മിഷൻ പ്രവർത്തനം ആരംഭിച്ച വർഷം എന്നാണ്? 1988. പഠിച്ച ഓരോ ആളും അതിന് അവസരം ലഭിക്കാത്ത ഓരോ ആളെ വീതം പഠിപ്പിക്കണം എന്ന് പറഞ്ഞ മഹത് വ്യക്തി ആരാണ്? മഹാദേവ ഗോവിന്ദ റാനഡെ. പഞ്ചശീല തത്വങ്ങൾ ഒപ്പുവെച്ചത് ഏതെല്ലാം രാജ്യങ്ങൾ തമ്മിലായിരുന്നു? ഇന്ത്യയും പാകിസ്ഥാനും. 1965 ഇന്ത്യ പാക് യുദ്ധസമയത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരായിരുന്നു? ലാൽ ബഹദൂർ ശാസ്ത്രി. ഇന്ത്യയും പാകിസ്ഥാനും താഷ്കന്റ് കരാർ ഒപ്പിട്ടത് എന്നായിരുന്നു? 1966. അപ്പോൾ നമ്മൾ LDC പരീക്ഷയ്ക്ക് ചോദിച്ചതും 10th പ്രിലിംസിന് ചോദിച്ചതുമായിട്ടുള്ള ഹിസ്റ്ററിയുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്നിവിടെ ഈ ക്ലാസ്സിൽ ചർച്ച ചെയ്തത് കേട്ടോ. വളരെ ഭംഗിയായിട്ട് നിങ്ങൾ ഈ ക്ലാസ് കേൾക്കാനും പഠിക്കാനും ശ്രമിക്കുക. ഇതിൽ നിന്നും തീർച്ചയായിട്ടും നിങ്ങൾക്ക് കുറേയധികം ചോദ്യങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. കാരണം PSC പരീക്ഷകളുടെ സ്വഭാവം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വളരെയധികം നോക്കിയിട്ടാണ് PSC പരീക്ഷകൾ എപ്പോഴും PSC പരീക്ഷകൾ നമുക്ക് പോകുമ്പോൾ കുട്ടികൾക്ക് ഒരു 50% മാർക്കും നേടാൻ പറ്റാറുണ്ട് എന്നുള്ളതാണ്. ഇത് അനുഭവം കൊണ്ട് പറയുന്നതാണ്. അപ്പൊ അതുകൊണ്ട് ഭംഗിയായിട്ട് നിങ്ങൾ വായിച്ച് പഠിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പൊ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്. ക്ലാസ് ഇഷ്ടപ്പെട്ടു വെച്ചാൽ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക. കൂടാതെ ഇഷ്ടപ്പെട്ട ക്ലാസ്സുകൾ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ആദ്യമായിട്ട് ചാനൽ കാണുന്ന കുട്ടികളാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാൻ ഓരോ ദിവസം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുകയും ചെയ്യും. അടുത്ത ദിവസം വളരെ നല്ലൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം കേട്ടോ.